വീണ്ടും അനാസ്ഥ. ജയിലിലെ 1-ാം ബ്ലോക്കിന്റെ പരിസരത്ത് നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി. കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ്. അവിടെയാണ് വീണ്ടും ഇത്തരത്തിൽ അനാസ്ഥ കാണുന്നത്. ഇതിന്റെ കാരണം എന്താണ്? വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇന്നലെ ജയിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പതിവ് പരിശോധനയ്ക്കിടയിലാണ് 1-ാം ബ്ലോക്കിലെ 10-ാം സെല്ലിന് സമീപത്ത് നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. സെല്ലിന് മുന്നിലെ ഒരു കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കീപാഡ് ഫോൺ ഉണ്ടായിരുന്നത്. ഈ സംഭവത്തെ തുടർന്ന് ജയിൽ സൂപ്രണ്ട് കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകുകയും സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാതി സൂചിപ്പിച്ചതുപോലെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിലെ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ സെൻട്രൽ ജയിലുകളിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗവും ലഹരി ഉപയോഗവും എല്ലാം തന്നെ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും ഇത്തരത്തിൽ മൊബൈൽ ഫോൺ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും ഉയരുന്നത് ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിനുള്ളിലേക്ക് ഈ മൊബൈൽ ഫോണുകൾ എങ്ങനെ എത്തുന്നു എന്നുള്ള കാര്യമാണ്. നിലവിൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുൾപ്പെടെ സംശയനിലയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാന സാഹചര്യമാണ് ഈ മൊബൈൽ ഫോണുകൾ ജയിലിനകത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുമുള്ളത്. ഈ ജയിലിന്റെ കവാടത്തിൽ, പ്രധാന കവാടത്തിൽ ഉൾപ്പെടെ വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ജയിലിനകത്തേക്ക് ഈ തടവുപുള്ളികളെ കടത്തിവിടുന്നതും വലിയ പരിശോധനകൾക്കൊക്കെ ശേഷമാണ്. എന്നിട്ടും ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ എങ്ങനെ സെൻട്രൽ ജയിലിനകത്ത് ഈ സെല്ലുകൾക്കകത്തേക്ക് വരെ അല്ലെങ്കിൽ സെല്ലുകളുടെ അടുത്തേക്ക് വരെ എത്തുന്നു എന്ന കാര്യത്തിലാണ് വലിയ സംശയം ഉയരുന്നത്. ഇങ്ങനൊരു സംശയം നിലനിൽക്കുമ്പോഴും ജയിൽ അധികൃതർ ഇക്കാര്യത്തിൽ പറയുന്നത് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള ആധുനികമായ പരിശോധനാ സംവിധാനങ്ങൾ കൂടി സെൻട്രൽ ജയിലിൽ വേണം. എങ്കിൽ മാത്രമേ മൊബൈൽ ഫോണും ലഹരിയും ഉൾപ്പെടെയുള്ളവയുടെ ജയിലിനകത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും തടയാൻ കഴിയൂ എന്നാണ് ജയിൽ അധികൃതരുടെ നിലപാട്.